ശ്രീമതി ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്നു. അത്ര ദീർഘമായിരുന്നില്ല അവരുടെ ഈ സ്ഥാനത്തെ കാലാവധി. എന്നാൽ ചെറുതെങ്കിലും അർത്ഥദീർഘം എന്ന് നമ്മൾ പറയുമല്ലോ, അത് അന്വർത്ഥമാക്കും വിധം അർത്ഥപൂർണമാക്കി തൻ്റെ കാലയളവിനെ മാറ്റാൻ അവർക്ക് കഴിഞ്ഞു. വ്യക്തിത്വ ശുദ്ധി മുതൽ ഭരണ മികവ് വരെ ഇതിനവർക്ക് തുണയായിട്ടുണ്ട്. സ്ത്രീകളെ എല്ലാ രംഗങ്ങളിൽ നിന്നും മാറ്റി നിർത്താൻ വ്യഗ്രതപ്പെടുന്ന പാട്രിയാർക്കൽ സമൂഹമാണ് ഇപ്പോഴും നമ്മുടേത്. ആ പുരുഷ മേധാവിത്വ നീക്കങ്ങളെ ചെറുക്കുന്നതിന് സഹായകരമാവുന്നതാണ് ശാരദാ മുരളീധരനെ പോലുള്ളവരുടെ ഭരണ നൈപുണ്യം. സ്ത്രീകൾ പുരുഷന്മാർക്ക് പിന്നിലല്ല, ഒപ്പമാണ്, മുന്നിലുമാണ്. ഇത് സ്ഥാപിച്ചെടുക്കാൻ പോരുന്നതായി ശ്രീമതി ശാരദാ മുരളീധരൻ്റെ ഓരോ മേഖലയിലെയും മികവാർന്ന ഇടപെടലുകൾ. ഇതിനൊപ്പം എടുത്തു പറയേണ്ട മറ്റൊന്നുണ്ട്. അത് പ്രമുഖ ഉദ്യോഗസ്ഥ സ്ഥാനങ്ങളിലുള്ളവർ പൊതുവിൽ സാമൂഹ്യ അസമത്വത്തിനെതിരായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത് തങ്ങളുടെ ചുമതലയല്ല എന്ന് കരുതുന്നവരാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നിന്ന് സാമൂഹ്യ ദുഷിപ്പുകളെ പുറത്തു കൊണ്ടുവരുന്ന വിധത്തിൽ ധീരമായി പ്രതികരിക്കാൻ അവർ കാട്ടിയ സന്നദ്ധത അത് മാതൃകാപരമാണെന്ന് എടുത്തു പറയണം. കർമ്മബഹുലമായ ഒരു ഘട്ടമായിരുന്നു ഇത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നിയുക്ത ചീഫ് സെക്രട്ടറിയും അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു കഴിഞ്ഞു. വയനാട് പുനരധിവാസം മുതൽ ലഹരി വിരുദ്ധ സംയുക്ത നീക്കം വരെ സർക്കാരിൻ്റെ നയങ്ങൾ ഓരോ രംഗത്തും സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് നടപ്പാക്കാൻ അവർ ശ്രദ്ധിച്ചു. മികച്ച ഏകോപനവും മികച്ച നിർവഹണവും അവരുടെ പ്രവർത്തന മുദ്രയായി. പാലിയേറ്റീവ് കെയർ പോളിസി മുതൽ ഹേമ കമ്മിറ്റി നിർദ്ദേശം നടപ്പാക്കൽ വരെയുള്ള കാര്യങ്ങളിൽ അവർ ശ്രദ്ധിച്ചു. മാലിന്യ സംസ്കരണം, ആദിവാസി ഉന്നമനം എന്നിവയിലാകട്ടെ കേന്ദ്രീകൃത ശ്രദ്ധ തന്നെയുണ്ടായി. അവരുടെ സർവീസ് കാലയളവ് പൊതുവിൽ എടുത്താൽ കുടുംബശ്രീയിലൂടെയുള്ള സ്ത്രീ ശാക്തീകരണത്തിൽ വഹിച്ച പങ്ക് പ്രത്യേക പരാമർശമർഹിക്കുന്നു. അധികാര വികേന്ദ്രീകരണ പ്രക്രിയയിലും ആ വ്യക്തിത്വ മുദ്ര പതിഞ്ഞു നിൽക്കുന്നു. ദേശീയ ഉപജീവന മിഷനിൽ CEO ആയിരിക്കെ മനുഷ്യക്കടത്ത് നിരോധിക്കാൻ സാമൂഹ്യാധിഷ്ഠിത കർമ്മ പദ്ധതി ഫലപ്രദമാക്കി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തനത് വരുമാനം ഉറപ്പാക്കൽ, സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ പ്രാദേശിക നിർവഹണം, ദുരന്ത നിവാരണ പദ്ധതി, അതിദാരിദ്ര്യ നിർമ്മാർജ്ജന മൈക്രോ പ്ലാൻ തുടങ്ങിയ സർക്കാർ കർമ്മ പരിപാടികളെ വിജയിപ്പിക്കുന്നതിൽ കാട്ടിയ ശ്രദ്ധയും പ്രത്യേക പരാമർശമർഹിക്കുന്നു. വഹിച്ച സ്ഥാനങ്ങളെയെല്ലാം ശ്രദ്ധേയമാക്കി. പദ്ധതി നിർവഹണങ്ങളിൽ മാനുഷികത ഉൾച്ചേർത്തു. ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ ശ്രദ്ധ വെച്ചു. അഭിമാനകരമായ നിലയിലാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, ചീഫ് സെക്രട്ടറി എന്നിവയടക്കമുള്ള സ്ഥാനങ്ങളിൽ അവർ പ്രാഗൽഭ്യത്തോടെ പ്രവർത്തിച്ചത്. സർക്കാർ നയങ്ങൾ നടപ്പാക്കുന്നതിലെ ആത്മാർത്ഥത, കാര്യക്ഷമതയോടെയുള്ള കൃത്യനിർവഹണം, ഭാവനാപൂർണമായ ആസൂത്രണം
സംസ്ഥാനത്തോടും ഇവിടുത്തെ ജനതയോടുമുള്ള അചഞ്ചലമായ കൂറ് എന്നിവയുടെ സമന്വയമാണ് ശ്രീമതി ശാരദാ മുരളീധരൻ്റെ ഔദ്യോഗിക ജീവിതം. അടുത്ത സഹസ്രാബ്ദ ഘട്ടത്തിലേക്ക് കേരളത്തെ കൈപിടിച്ച് നടത്താനുതകുന്ന വിധം നവീനമായൊരു സങ്കല്പം യാഥാർത്ഥ്യമാക്കാൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടമാണിത്. പ്രതിസന്ധികളെപ്പോലും അവസരങ്ങളാക്കി പരിവർത്തിപ്പിച്ചുകൊണ്ട് നാടിൻ്റെ മുന്നേറ്റം യാഥാർത്ഥ്യമാക്കുകയാണ്. ഈ ഘട്ടം ഏതൊരു ഉദ്യോഗസ്ഥൻ്റെയും കാര്യക്ഷമതയുടെയും കാര്യപ്രാപ്തിയുടെയും ഉരക്കല്ലാണ്. അത് മാനദണ്ഡമാക്കിയാൽ ശ്രീമതി ശാരദാ മുരളീധരൻ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥരുടെ നിരയിലാണ് എന്ന് പറയാം. കേരളത്തിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുന്നതിലും കേന്ദ്രതലത്തിൽ തീർപ്പാക്കേണ്ട വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിലും വകുപ്പ് തല ഏകോപനം, സാമ്പത്തിക അച്ചടക്കം എന്നിവ സർക്കാർ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉറപ്പുവരുത്തുന്നതിലുമൊക്കെ ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ ശ്രീമതി ശാരദാ മുരളീധരൻ വഹിച്ച പങ്ക് എടുത്തു പറയേണ്ടതുണ്ട്. ഉദ്യോഗസ്ഥ എന്ന നിലയിൽ മാത്രമല്ല, ഒരു ആക്ടിവിസ്റ്റ് എന്ന നിലയിലും അവരുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ്. മതത്തിൻ്റെയും ജാതിയുടെയും വർണ്ണത്തിൻ്റെയും പേരിൽ വിവേചനങ്ങളുടെ മതിൽക്കെട്ട് തീർക്കാൻ ചില ശക്തികൾ കിണഞ്ഞു പരിശ്രമിക്കുന്ന കാലമാണിത്. ആ ഒരു ഘട്ടത്തിലാണ് ശ്രീമതി ശാരദാ മുരളീധരൻ വർണ്ണത്തിൻ്റെ പേരിലുള്ള വിവേചനത്തെ പൊതുശ്രദ്ധയിൽ കൊണ്ടുവന്നത്. അത് വർണ്ണവിവേചനത്തിനെതിരെ മാത്രമുള്ള ശബ്ദമല്ലായിരുന്നു. ആകുന്ന രീതിയിലൊക്കെ ഭേദചിന്തകൾ വളർത്തി നാടിനെ ഛിദ്രീകരിക്കാൻ ഒരുങ്ങുന്നവർക്കെതിരെയുള്ള പ്രസ്താവന കൂടിയായിരുന്നു. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന ശ്രീമതി ശാരദാ മുരളീധരന് കർമ്മോത്സുകതയുടെയും സേവനത്തിൻ്റെയും ഒരു സജീവകാലം തുറന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.